ഹായ് എവരിവൺ. ഇൻഫ്ലുവൻസിയ ബയോമാഗ്നറ്റിക് മാറ്റർ സ്പാഡിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസിയ ബയോമാഗ്നറ്റിക് മാറ്റർ സ്പാഡ് എങ്ങനെയാണ് ഒരു മാറ്റർ സ്പാഡിന്റെ ഉപയോഗം അത് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അതിനോടൊപ്പം റിസ്റ്റ് ബാൻഡ് ലഭിക്കുന്നുണ്ട്, വാട്ടർ എനർജി പാഡ് ലഭിക്കുന്നുണ്ട്, പില്ലോ പാഡ് ലഭിക്കുന്നുണ്ട്, പിന്നെ റിലാക്സിംഗ് പാഡ് ലഭിക്കുന്നുണ്ട്, പിന്നെ നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മുടെ ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനി ഇൻഫ്ലുവൻസിയ ബ്രാൻഡിൽ നമുക്കിവിടെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോന്നിന്റെ ഉപയോഗമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കടന്നു പോകാം. അപ്പോൾ ഇവിടെ മാട്രസ് പാഡിനെ നമുക്ക് ആദ്യമായിട്ട് കാണണം. അപ്പോൾ ഇവിടെ ഈ ഒരു ബെഡിൽ നമ്മുടെ മാട്രസ് വിരിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ താഴെയായിട്ട് ഇതാണ് നമ്മുടെ മാട്രസ് പാഡ്. 6x5.5 ആണ് ഇതിന്റെ സൈസ്. അതായത് നമുക്കൊരു ഫാമിലി കോട്ട് ബെഡിൽ ഒരു 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫാമിലി കോട്ട് ബെഡിൽ നമുക്കിത് കിടക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഒരു ബെഡ്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബെഡ് എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ബെഡ്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. ജസ്റ്റ് ഈ ഒരു മാട്രസ് പാഡിന് പില്ലോ പാഡ് ഉണ്ട്, 2 പില്ലോ പാഡ് ലഭിക്കും. ഈ ഒരു പില്ലോ പാഡ് ഇതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പില്ലോ വെക്കാതെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി ശരീരത്തിലേക്ക് കിട്ടുന്നതിന് പില്ലോ വെക്കാതെ കിടന്നുറങ്ങുന്നതാണ് നല്ലത്. എങ്കിലും പില്ലോ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പില്ലോന്റെ അകത്ത് ഈ ഒരു രീതിയിൽ നമുക്കറിയാം കനം കുറഞ്ഞ പില്ലോ ഉപയോഗിച്ചാൽ മതി. പില്ലോ ഉപയോഗിക്കണം അത്രയ്ക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വളരെ കനം കുറഞ്ഞൊരു പില്ലോ ഉപയോഗിക്കുക. അപ്പൊ പില്ലോ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മാട്രസിന്റെ പില്ലോ പാഡ് നമുക്ക് പില്ലോ കവറിന്റെ ഉള്ളിൽ ജസ്റ്റ് ഇതുപോലെ കയറ്റി വെച്ചിട്ട് ആ ഒരു പില്ലോ ഇട്ടിട്ട് അതിന് മുകളിൽ തല വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മൾ ഡബിൾ മാട്രസ് പാഡ് പരിചയപ്പെട്ടു. ഇനി അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ മാട്രസ് പാഡ് ഉണ്ട്. 6x3 സൈസിൽ വരുന്ന സിംഗിൾ മാട്രസ് പാഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് സിംഗിൾ മാട്രസ് പാഡ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡബിൾ മാട്രസ് പാഡ് കണ്ടായിരുന്നു, 6x5.5 സൈസിലുള്ള. അപ്പൊ അതിന്റെ മുകളിൽ തന്നെയാണ് ഞാനിത് വിരിക്കുന്നത്. ഇത് സിംഗിൾ മാട്രസ് പാഡ് ആണ്. ഓക്കെ, ഈ ഒരു സിംഗിൾ മാട്രസ് പാഡ് സൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ഈ ഒരു ഫാമിലി കോട്ട് ബെഡിൽ ഇത്ര ഉണ്ടാവും, അതായത് ഹാഫിനേക്കാൾ കുറച്ച് കൂടുതൽ നോക്കാം. ഓക്കെ, ഇത് ഒരാൾക്ക് ധൈര്യമായിട്ട് കംഫർട്ടായിട്ട് ഫുള്ളായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്ന സിംഗിൾ മാട്രസ് പാഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സിംഗിൾ മാട്രസ് പാഡ് പരിചയപ്പെട്ടു, അതിന്റെ പില്ലോ പാഡ് പരിചയപ്പെട്ടു, ഡബിൾ മാട്രസ് പാഡും അതിന്റെ പില്ലോ പാഡിനെ പറ്റി പരിചയപ്പെട്ടു. ഇനി നമുക്കിത് എങ്ങനെയാണോ നമ്മളുടെ ബെഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്, ഒരു ബെഡ്ഷീറ്റ് ബെഡ് കവറൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, കഴുകി ഉപയോഗിക്കണമെന്നില്ല, പ്രൊട്ടക്ട് ചെയ്താൽ മതി. അതുപോലെ വെയിലത്തിട്ട് ഉണക്കാനോ ഒന്നും നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു മാട്രസ് പാഡ് നമുക്ക് പരിചയപ്പെട്ടു. നമുക്കിനി ഇതിന്റെ മുകളിൽ നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും കൊണ്ടുവന്ന് വെച്ച് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ അതോടൊപ്പം ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാഗ്നറ്റിക്കിന്റെ വാട്ടർ എനർജി പാഡ്. അതായത് ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലിൽ ചുറ്റി വെക്കുന്ന, റാപ്പ് ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു വാട്ടർ എനർജി പാഡ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിൽ, ചില്ലിന്റെ കുപ്പിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ നമുക്കിത് ഉപയോഗിക്കാം. സ്റ്റീൽ അങ്ങനെയുള്ള ലോഹങ്ങളുടെ ബോട്ടിൽ ഉപയോഗിക്കേണ്ട. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ചില്ല് ബോട്ടിലാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്തതിന് ശേഷം ബോട്ടിൽ നനയാതെ ഒന്ന് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഇത് ഒരു പ്രൊഡക്റ്റ് നനയാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് അതിനെ ഇങ്ങനെ കൃത്യമായിട്ട് ഒട്ടിച്ചു വെച്ച് നമുക്കത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വെള്ളം മാഗ്നറ്റൈസ് ചെയ്ത് വാട്ടറായിട്ട് മാറിയിട്ടുണ്ടാവും. നല്ലൊരു pH ലെവലെല്ലാം മാറ്റം വന്നുകൊണ്ട് നല്ല ഓക്സിജൻ ലെവലുള്ള നല്ല ഒരു ആൽക്കലൈൻ രൂപത്തിലേക്ക് മാറ്റം വന്നിട്ടുള്ള ഒരു ആൽക്കലൈൻ വാട്ടർ ആയിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തെ മാറ്റിയിട്ടുണ്ടാവും. അതായത് നമുക്കറിയാം നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടുമ്പോഴാണ് നമ്മൾ വെള്ളം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓക്സിജൻ ആറ്റത്തെയും ഹൈഡ്രജൻ ആറ്റത്തെയും വേർതിരിച്ചുകൊണ്ട് അതിന്റെ ഘടനയിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ കാഠിന്യത്തെ കുറച്ചുകൊണ്ട്, വെള്ളത്തിന്റെ കാഠിന്യത്തെ കുറച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് കുടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഓക്സിജൻ ലെവലിലുള്ള നല്ല വാട്ടർ കുടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള ദഹനം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും, വയറിനകത്ത് നമുക്കറിയാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശങ്ങളും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള വിഷാംശങ്ങളും മറ്റു പാനീയങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കുടലിലൊക്കെ നമുക്കറിയാം ചെറിയ ചെറിയ വ്രണങ്ങളോ മറ്റു കാര്യങ്ങളോ കുരുക്കളോ
കുടലിലൊക്കെ ഉള്ള അങ്ങനെയുള്ള ചെറിയ വ്രണങ്ങളോ ചെറിയ കുരുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു മാഗ്നറ്റൈസ് ചെയ്ത ഈ ഒരു ആൽക്കലൈൻ വാട്ടർ നമ്മളെ ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്നതായിട്ടുള്ള നമുക്കറിയാം ചെറിയ ചെറിയ അസുഖങ്ങൾ, ഈ കുടലിലൊക്കെ വരുന്ന അസുഖങ്ങൾ പറഞ്ഞാൽ അൾസർ പോലുള്ള അസുഖങ്ങളെയൊക്കെ തടയാൻ വരെ സഹായിക്കുന്ന നല്ലൊരു മെഡിസിൻ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും ഓക്സിജന്റെ ലെവലുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള വാട്ടർ നമുക്ക് കുടിക്കാൻ സാധിക്കുന്നു. ആരോഗ്യപരമായിട്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഓക്സിജൻ കിട്ടിയാൽ തന്നെ നമ്മുടെ ബോഡി ഫുൾ എനർജി ലെവല്, നമുക്ക് നല്ല രീതിയിൽ എനർജി ലെവൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് റിസ്റ്റ് ബാൻഡ്, ഇതിനോടൊപ്പം റിസ്റ്റ് ബാൻഡ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു റിസ്റ്റ് ബാൻഡ് ഇതിനകത്ത് മാഗ്നറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മളിതുപോലെ കൈകളിലെല്ലാം ചുറ്റി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്കൊരു മാഗ്നറ്റിക് എനർജി കൊണ്ടു കിടക്കാൻ സാധിക്കും. അതായത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ നമുക്ക് ബെഡ് യൂസ് ചെയ്യാം. പകൽ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് എനർജി നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ കയ്യിൽ ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക്കിന്റെ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 30ഓളം മാഗ്നറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ബ്രേസ്ലെറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റിസ്റ്റ് ബാൻഡ് മാട്രസ് പാഡിനോടൊപ്പം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ പുറത്ത് വെളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ റിസ്റ്റ് ബാൻഡിന്റെ ഈ ഒരു ആകൃതി, ഈ ഒരു ഷേപ്പ്, ഇതാണ് നമ്മുടെ ഒരു ബെൽറ്റിന്റെ ഷേപ്പാണ്. അപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ നമുക്കൊരു മടിയോ ചമ്മലോ ഉള്ള ആളുകളുണ്ടാവും, ചില ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നല്ല എന്താ പറയുക, ഈ ഒരു മാഗ്നറ്റിക്കിന്റെ റിസ്റ്റ് ബാൻഡിൽ നിന്ന് കിട്ടുന്ന അതേ അളവിൽ തന്നെയുള്ള മാഗ്നറ്റിക് പവറുകളും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. ഇത് ഹൈ BP ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വലത് കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടുന്നതാണ് നല്ലത്. ലോ പ്രഷർ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇടത് കയ്യിൽ കെട്ടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ കൈകളിലേക്ക് ഉള്ള രക്തയോട്ടം കറക്റ്റ് ചെയ്യുക, ഷോൾഡർ പെയിൻ, അതുപോലെ സന്ധിവേദന, മസിൽ പെയിനുകളൊക്കെ കറക്റ്റ് ചെയ്യാനും, നമ്മുടെ ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കറക്റ്റ് ആക്കാനും, പിന്നെ നമ്മുടെ ഫോൺ, നമ്മളെ ഏറ്റവും കൂടുതൽ സന്തക സഹചാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഫോൺ. അപ്പോൾ മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻസ് ഒക്കെ നമുക്കറിയാം, നമ്മൾക്ക് ഏറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവചമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ ഗുണവും. ഈ ഒരു ബ്രേസ്ലെറ്റിൽ ഞാൻ ജസ്റ്റ് മാഗ്നറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും മാഗ്നറ്റുകൾ. ഓരോ കണ്ണിയിലും നമുക്ക് 2 മാഗ്നറ്റ് വെച്ചിട്ട് ഏകദേശം 15 കണ്ണികളും ഉണ്ട്. എൻ്റെ കൈക്ക് അനുസരിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഞാനൊരു 2 കണ്ണി ഞാൻ നീക്കിയിട്ടുണ്ട്. അപ്പോഴും 34ഓളം മാഗ്നറ്റുകളുണ്ട്. ഇപ്പോൾ 30 മാഗ്നറ്റുകൾ. കാരണം ഞാൻ അതിൽ നിന്ന് 2 കണ്ണി റിമൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് വാച്ച് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്കുള്ള വണ്ണത്തിനനുസരിച്ചുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് റിലാക്സിങ് പാഡ്. ഈ ഒരു റിലാക്സിങ് പാഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കാലിൽ വേദന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കാലിന്റെ ഷേപ്പിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കാലിൽ ചുറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ വാട്ടർ എനർജി പാഡും ഇതും ഒരേ ഷേപ്പ് പോലെയൊക്കെ തോന്നും, പക്ഷെ അല്ല, ഇതൊരു V ടൈപ്പ് ആണ്. ഇത് നമുക്ക് കാലിൽ നോക്കാം, ഇങ്ങനെ ചുറ്റി വെക്കാം. ഇത് ഞാൻ പാൻറ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ചുറ്റാം. പാൻറിന്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ ഉള്ളിലായിട്ടോ നമുക്ക് ചുറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാലുകളിലേക്കുള്ള രക്തയോട്ടം കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു കാലുവേദന, നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ, വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റും നമുക്ക് വളരെ നല്ലതാണ്. ഒരു വീട്ടിലാവുമ്പോൾ സ്ത്രീകളൊക്കെ കൂടുതൽ സമയം കിച്ചണിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ കാലുവേദന മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അത് ജെൻസ് ആണെങ്കിലും കാലുവേദനയൊക്കെ എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ ചെറിയൊരു കുട്ടിക്കാണെങ്കിൽ ഒരു കാലുവേദനയൊക്കെ വന്നാലും നമുക്കത് കെട്ടിക്കൊടുക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഇത് അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് എല്ലാ ബോഡിയിലേക്കും എല്ലാ സെല്ലിലേക്കും കൃത്യമായിട്ട് ഓക്സിജന്റെ ലെവല് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ
ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക്കിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റാണ് മാഗ്നറ്റിക് മാട്രസ് പാഡ്, അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഒരു രോഗി ആകണമല്ലോ ഞാനിത് വാങ്ങാൻ എന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കേണ്ട. കാരണം നമ്മളെല്ലാവരും മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടവരാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ വേണ്ട, നല്ല വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ വേണ്ട, നല്ല രീതിയിൽ നമുക്ക് എക്സസൈസ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ വേണ്ട. ഈ 3 കാര്യങ്ങളും നമുക്ക് കൃത്യമായ തോതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നുണ്ടോ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടോ, നല്ല വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ടോ, നല്ല രീതിയിൽ നമ്മൾ എക്സസൈസ് വ്യായാമം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് 3 ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കണം. നിങ്ങളുടെ ആരോഗ്യം അതുവഴിക്ക് സംരക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സേഫ് ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ ശരീരം തന്നെ നമ്മൾക്കൊരു ഡോക്ടറെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പണം നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനാണ്? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം അനാവശ്യമായിക്കൊണ്ട് ഓരോ ഹോസ്പിറ്റലുകളിൽ ചെന്നുകൊണ്ട് നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ടാവും. നമ്മുടെ പണവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും വിലയേറിയ സമയവും ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും നശിപ്പിച്ച് കളയാതിരിക്കുക. ഈ ഒരു ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഒരു പരിധി വരെ ഒരു പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് മാഗ്നറ്റിക്കിന്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കുക. എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.